കൊണ്ടുപോ 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 മൂർത്തി. ഗോപാല വേണ്ട വേണ്ട ഗോപാല മാമ, ഗോപാല ചെയ്യല്ലേ. ഗോപാല മാമ, ഗോപാല മാമ എന്തൊക്കെയാ കാണിക്കുന്നേ? മോളെ കൃഷ്ണൻ, നീ ഇത് തടയണ്ട. നിന്നെ നിന്റെ അച്ഛനെയും ദ്രോഹിച്ചതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പോവാ. നിന്നെ വീടിനകത്തിട്ട് കത്തിക്കുന്നല്ലേ ഇവര് പറഞ്ഞേ? ആ വേദന എന്താണെന്ന് ആദ്യം ഇവരറിയട്ടെ. കത്തിക്ക് ദുബായ് മാമ അങ്ങോട്ട്. വേണ്ട ഗോപാല വേണ്ട, ചെയ്യരുത് ചെയ്യരുത്. അയ്യോ വേണ്ട. ഗോപാല മാമ ചെയ്യരുത്, വേണ്ട ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞേ. മോളെ കൃഷ്ണേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ പറയും മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ തരാം. നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരണ്ട സത്യവതി. നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ. ഗോപാല മാമ കത്തിക്കാൻ പറഞ്ഞില്ലേ? വേണ്ട, ചെയ്യല്ലേ ചെയ്യല്ലേ. മോളിക്കുട്ടി, ഇങ്ങ് താ ഗോപാല മാമ, താ. എന്താണ് പറഞ്ഞത്? ഞാനല്ലേ പറഞ്ഞേ, വിട്. ഗോപാല മോളെ, എന്നോടും എന്റെ അച്ഛനോടും കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ പേരില് ഇവരെന്തേലും ചെയ്താലേ നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കുടുംബമുള്ളതല്ലേ? നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ കുടുംബം, അവർക്കേ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ ഈ നിൽക്കുന്ന രണ്ടെണ്ണം. ഇവർ ചാവേണ്ടത് അത്യാവശ്യമാ. പക്ഷേ ആ ശിക്ഷ കൊടുക്കേണ്ടത് നമ്മളല്ല, ഈശ്വരനാ. ഇതുവരെ ചെയ്ത ദ്രോഹങ്ങൾക്ക് നരകയാതന അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല. ഭീഷണിപ്പെടുത്ത നാവ് വളയ്ക്കുമ്പോഴേ ഒരുപാട് പേരുടെ പേര് പറയല്ലോ നിങ്ങള്. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ? ഉണ്ടോന്ന് ഒന്ന് കൈ ഞൊടിച്ചാലേ 10-30 സെക്കൻഡിനുള്ളില് നിങ്ങളെ കത്തി എരിഞ്ഞ് താഴെ വീഴും. കേട്ടല്ലോ? ഓർക്കണം, മരണത്തിന്റെ മുന്നിൽ തിരിച്ചു പോകുന്നേന്ന്. എപ്പോഴും ഞാൻ കാണില്ല നിങ്ങളെ രക്ഷിക്കാൻ വരാൻ. കേട്ടല്ലോ? ഗോപാലെ, എല്ലാവരെയും കൂട്ടി മടങ്ങാം. ഇവര് കാണിക്കുന്ന അതേ അളവിൽ കാണിച്ചാ അത് നമ്മുടെ സംസ്കാരമല്ലല്ലോ. ഇത്രയൊക്കെ നിങ്ങൾ ദ്രോഹിച്ചിട്ടും ഇപ്പോഴും നിങ്ങളുടെ ജീവൻ എടുക്കണ്ടെന്ന് പറയുന്ന ഈ അമ്മയും മോളും ഉണ്ടല്ലോ, അവരുടെ മഹത്വം നിങ്ങൾ ഒരു നാളും മനസ്സിലാക്കും. ഇനി ഒരു തവണ കൂടി നിങ്ങൾ കൃഷ്ണയെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ കൃഷ്ണയും തങ്കവുമല്ല, ദൈവം തമ്പുരാൻ വന്ന് നേരിട്ട് വിലക്കിയാലും ഞങ്ങൾ അടങ്ങില്ല. മനസ്സിലായി? മനസ്സിലായി. ഇത്രയും നാള് നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു, നിങ്ങൾ തന്ന ഭിക്ഷയാണ് എന്റെയും എന്റെ അമ്മയുടെയും ജീവനെന്ന്. ഇപ്പൊ അത് മറിച്ചാ. തങ്കവും തങ്കത്തിന്റെ മകളും തന്ന ഭിക്ഷയാണ് സത്യവതിയുടെയും മൂർത്തിയുടെയും ജീവിതം. മനസ്സിലാക്കിക്കോ ആദ്യം അത്.